ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഡെൻറ്റിസ്ട്രി, ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മുടെ പല്ലിനെ പറ്റി. അപ്പം എല്ലിനുണ്ടാകുന്ന എല്ലാ അസുഖവും പല്ലിനും ഉണ്ടാവും, പല്ലിനുണ്ടാകുന്ന അസുഖം എല്ലാം എല്ലിനും ഉണ്ടാവും. ഇപ്പോൾ അതായത് പല്ലെന്ന് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പല്ല് ഉറപ്പിച്ചിരിക്കുന്നത് തന്നെ എല്ലിലാണ്. നമ്മുടെ ഈ താടിയിൽ കണ്ട് ഇതിനകത്താണ് പല്ലുറപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ആർത്രൈറ്റിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാൽസ്യത്തിൻ്റെ കുറവിനെ പറ്റി. അപ്പോൾ ഈ പല്ലിന് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ വരാൻ കാരണം എന്താണത്, ഈ കുട്ടിക്കാലം തൊട്ടേ പല്ലിൽ ഡീക്കെ അല്ലെങ്കിൽ നമ്മൾ പുഴുപ്പല്ലെന്ന് പറയും. അത് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടേഴ്സ് ഗർഭകാലം തൊട്ടേ ശ്രദ്ധിക്കേണ്ടതാണത്. ഈ അമ്മയ്ക്ക് ഈ കാൽസ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പല്ലിൻ്റെ ഒരു ഉപയോഗം പ്രധാനമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കാൽസ്യം വളരെ പ്രധാനമാണ് പല്ലിന് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അതേ സബ്ജക്റ്റ് തന്നെയാണ് ഡെന്റിസ്റ്റിൻ്റെത്, അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അതേ സബ്ജക്റ്റാണ് ഗാസ്ട്രോ എൻട്രോളജി. അപ്പം നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരവും അവനെ ഗ്രൈൻഡ് ചെയ്യുക, അതാണ് അതിൻ്റെ പല്ലിൻ്റെ ഒരു ഉദ്ദേശം. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ അരയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത് പോയെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ചെന്നിട്ട് പാർഷ്യലായിട്ട് ദഹിച്ച് വൻകുടലിൽ പോയി ഈ ആഹാരത്തിൻ്റെ ന്യൂട്രീഷൻസ് എല്ലാം എടുക്കുകയുള്ളൂ. അപ്പം എന്തുമാത്രം പ്രാധാന്യം പല്ലിൽ നോക്കിക്കോളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ ദഹിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പല്ലുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ചവച്ചരച്ച് കഴിക്കണം. ഈവൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെയും ചവച്ചരച്ച് കഴിക്കാവൂ. ഇല്ലാത്തവർക്കെല്ലാം ദഹനക്കേടുണ്ടാവും. സാധാരണ ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം എന്ന് പറയും. അതിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം പ്രധാനമായിട്ടുള്ളത് ഈ അൺഡൈജഷൻ വരുന്നത്, അതായത് ദഹനക്കുറവ് വരുന്നതിൻ്റെ കാരണം നമ്മൾ ചവച്ച് അരയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വാരി വിഴുങ്ങാൻ പാടില്ല, വയലിട്ട് ചവച്ച് അരച്ച് തന്നെ കഴിക്കണം. അപ്പോൾ ഉദാഹരണം ഈ പശുക്കൾ തന്നെ ഉണ്ടല്ലേ, അവരയ വെട്ടും ചെന്ന് കഴിഞ്ഞാൽ ഇത് ഗ്രൈൻഡ് ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ അത് കച്ചിയായാലും വൈക്കോലായാലും ഇതായാലും കഴിഞ്ഞാലും അവർ വളരെ ഗ്രൈൻഡ് ചെയ്ത് ചെറുതായിട്ടാക്കാൻ വിടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ബിസി ലൈഫിൽ ആളുകൾ പറയും നമുക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടിയില്ലെന്ന് പറയും. ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്, ആഹാരത്തിന് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു വാരി വിഴുങ്ങും. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനും നോക്കുമ്പോഴേക്ക് ബഫയാണ്. അപ്പോൾ ഇഷ്ടമുള്ളതെല്ലാം എടുക്കാം, കഴിക്കാം. പക്ഷേ ഈ ഒരു പ്ലേറ്റ് കഴിച്ച് തീരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും എടുക്കാം. ചവച്ചരച്ച് കഴിക്കുകയാണ്. ഇതവർ ചെയ്യത്തില്ല. ഇത് വാരി അങ്ങ് വിഴുങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വയറിളക്കവും ഛർദിലും വയറുപെരുക്കും ഇതൊക്കെ ആയിട്ട് വരും. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പല്ലിന് ഉപയോഗിക്കുന്നില്ല. ഉദാഹരണം നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ കറികളും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചവച്ചരച്ച് കഴിച്ചാൽ അതിൻ്റെ 1/4 പോലും നമുക്ക് വേണ്ടി വരില്ല. കാരണം കുറേ കഴിയുമ്പോൾ നമുക്കൊന്ന് മതിയാവും. കാരണം നമ്മൾ ബോഡിക്കത് മതി. ഇത് വാരി വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ അത് ഡംപ് ചെയ്തിട്ട് അതുപോലെ തന്നെ മലമായിട്ട് ഒരു കുഴലിൽ കൂടെ വന്ന് മറ്റേ കുഴലിൽ കൂടെ പോവുകയാണ്. അപ്പോൾ പല്ലിൻ്റെ പ്രാധാന്യം ആലോചിക്കണം. പിന്നെ പല്ലിപ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു ഡെന്റിസ്റ്റ് മാത്രമേ ഉള്ളൂ. കേടായ പല്ലെടുക്കുക അല്ലെങ്കിൽ അടയും. ഇതിപ്പം ഓസ്റ്റിയോ ഡെന്റിസ്റ്റ്, അങ്ങനെ സർജറിക്ക് പ്രത്യേകം മറ്റേ ആകെ ബഹളമാണത്. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഇംപ്ലാന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം പിന്നെ അതിന് ക്യാപ്പ് ഇടും. അത് വീണ്ടും ഒരു കുഴപ്പമാണ്. ക്യാപ്പ് ഒരു 5 വർഷത്തേക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിടും. ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആഹാരത്തിൻ്റെ അംശമൊക്കെ കയറിയിട്ടത് വേദന തുടങ്ങും. പിന്നെ പല്ലെടുത്ത് കളയേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പല്ല് ആടിക്കൊണ്ടിരിക്കുകയോ കേട് വന്നു കഴിഞ്ഞാൽ തന്നെ അതെടുത്ത് കടഞ്ഞിട്ട് പുതിയ പല്ല് വയ്ക്കുന്നതാണ് നല്ലത്. മറ്റേ അതിന് വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. അപ്പോൾ പല്ല് വെക്കുന്നതിന് ചിലവുണ്ട്, മറ്റേതൊക്കെ നിസ്സാരമായിട്ടുള്ളതാണ്. പിന്നെ പല ഹോസ്പിറ്റലും അതൊരു വലിയ ബിസിനസ്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ഡെൻ്റൽ പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനെ മാക്സിമം ചുരണ്ടി ഇല്ലാതാക്കി നശിപ്പിച്ച് കുളമാക്കിയിട്ടാണ് വിടുന്നത്. എന്നാൽ നല്ല ഡോക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോകണം, ഏറ്റവും നല്ലൊരു ഡെന്റിസ്റ്റ് ആരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും വലിയ ജോലിയാണ്. കാരണം ഈ പല്ലെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഈ പല്ല് പൊടിഞ്ഞു പോകും. പൊടിയുമ്പോഴത്തേക്ക് പിന്നെ അവർ കീറിയെടുക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പല്ലിനെ ഇത് ഈ ആരോഗ്യം സഹിക്കാനും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു അസുഖം ഭേദമാക്കാനും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നല്ല ഇതായിട്ട് ചവച്ചരച്ച് കഴിക്കുക. പിന്നെ കാൽസ്യം. എൻ്റെ അടുത്ത് തന്നെ പല ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടും പേഷ്യൻസ് വരുന്നുണ്ട്. ഞാൻ അവർക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഈ സപ്ലിമെൻറ്റ്സും ഒക്കെ കൊടുക്കും. പിന്നെ അതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.